നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുവാനായി അടുത്തുള്ള ബെൽ ഐക്കണും അമർത്തൂ. സീതയുടെ അസുഖത്തിൽ വേദനിച്ചു കരയുകയാണ് സ്വാതി. രാജേശ്വരിക്ക് സന്തോഷം അടക്കുവാനാകുന്നില്ല. എന്നാലും സ്വാതിയുടെ അടുത്തു ചെന്ന് ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എന്നിട്ട് സീതയേക്കാൾ വലിയ കള്ളിയാണ് സ്വാതി. ഇവൾക്കെല്ലാം അറിയാം. അവൾ ഒന്നും ആരോടും പറയില്ല. കാരണം സീത ഇപ്പോൾ എൻ്റെ കയ്യിലാണ്, രാജേശ്വരി മനസ്സിൽ ഉറപ്പിക്കുന്നു. എന്നാൽ എല്ലാ സത്യങ്ങളും സ്വാതിക്ക് അറിയാമെന്ന് രാജേശ്വരി ദേവിക്ക് അറിയുന്നില്ല. എല്ലാം എല്ലാവരോടും തുറന്നു പറയും. തൽക്കാലം ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരാൻ ഇവർക്കേ പറ്റൂ. ചേച്ചിക്ക് ഭേദമായിട്ട് ഞാനത് എല്ലാവരോടും തുറന്നു പറയും. സ്വാതി തീരുമാനിക്കുന്നു. രാജേശ്വരി അമ്മ ജയിലിൽ തന്നെയാണ് കിടക്കേണ്ടത്. ഋഷികേഷ് സോമിനിയോട് കാര്യങ്ങൾ പറയുന്നു. എല്ലാം അറിഞ്ഞുവെന്ന് സ്വാമിനി. ഒന്നും പേടിക്കേണ്ടതില്ല, ഒരു കുഴപ്പവും സംഭവിക്കില്ല. ആ വിൽപ്പത്രം കല്യാണിന്റെ കയ്യിൽ തന്നെ എത്തും, ഒന്നും ഭയപ്പെടേണ്ട എന്നും പറഞ്ഞ് സ്വാമിനി പോകുന്നു. എല്ലാവരും സീതയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീടും വീട്ടുകാരെയൊക്കെ മറന്ന് സീത ഒരു 5 വയസ്സുകാരിയായി നിൽക്കുകയാണ്. വേണുവിനെ കണ്ടപാടെ ഒരു രാജാവായി സങ്കല്പിച്ച് അവിടെയുള്ളൊരു പാത്രമെടുത്ത് തലയിൽ വെച്ച് കൊടുത്ത് രാജാവായി കാണുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ കല്യാൺ സീതയെ വഴക്കു പറയുന്നു. കല്യാൺ ചീത്തയാണ്, ഈ താടിക്കാരനെ എനിക്ക് കാണണ്ട എന്നൊക്കെ പറയുന്നു. സ്വാതി വിളിച്ചിട്ടും പോകുന്നില്ല. ഒടുവിൽ സീത രാജേശ്വരി ദേവിക്കൊപ്പം പോകുന്നു. കല്യാണിനെ അച്ഛൻ ആശ്വസിപ്പിക്കുന്നു. കല്യാൺ വിഷമിച്ച് നിൽക്കുകയാണ്. സ്വാതി അരികിലേക്ക് ചെല്ലുന്നു. കുറച്ച് ദേഷ്യമുണ്ടെന്നല്ലാതെ സീതയോട് എനിക്കൊരു വെറുപ്പുമില്ല. എനിക്ക് ഒരുപാട് സ്നേഹമാണ്. എൻ്റെ ജീവനാണവൾ. സീത എന്നെ മറന്നുപോയ പോലെയാണ് സംസാരിക്കുന്നത്. അത് എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. ഇതു കേട്ട സ്വാതി കല്യാണിനോട് സീത പറഞ്ഞ സത്യങ്ങൾ തുറന്നു പറയാനൊരുങ്ങുന്നു. പക്ഷേ സീതയ്ക്ക് സ്വാതി സത്യം ചെയ്തു കൊടുത്തതിനാൽ അത് കല്യാണിൽ നിന്നും മറച്ചു വെക്കേണ്ടി വരുന്നു. എവിടേക്ക് കൊണ്ടുപോയാലും ഞാൻ എൻ്റെ സീതയെ ചികിത്സിക്കും. എൻ്റെ സീതയെ ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും, കല്യാൺ പറയുന്നു. രാജേശ്വരി അതിനി ശ്രമിക്കില്ല എന്ന് സ്വാതിക്കറിയാം. അവർ ചേച്ചിയെ അപകടപ്പെടുത്തുവാനേ ശ്രമിക്കുകയുള്ളൂ. അതിൽ നിന്നെല്ലാം എൻ്റെ ചേച്ചിയെ എനിക്ക് രക്ഷിക്കണം, സ്വാതി തീരുമാനിക്കുന്നു. രാജേശ്വരിക്ക് സീതയുടെ പെരുമാറ്റങ്ങൾ കള്ളത്തരം ആണോ എന്ന സംശയം ഉദിക്കുന്നു. എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിക്കുകയാണ് സീത. ആ വിശ്വാസം വെച്ച് സീതയുടെ കയ്യിൽ നിന്നും തെളിവുകൾ വാങ്ങാനായി രാജേശ്വരി ശ്രമിക്കുന്നു. സീത ഒന്നും അറിയുന്നില്ല. പ്രിയ പ്രേക്ഷകരെ, ഇത് സീതയുടെ അഭിനയമാകാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ മാത്രം ഉടൻ തന്നെ ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യുക.